വളരെ സുപ്രധാനമായ ഒരു വാർത്ത പുറത്തുവരികയാണ്. റെഡ് വെൽവെറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ഫോറസ്റ്റ് ഉൾപ്പെടെ 12 കേക്ക് സാമ്പിളുകളിൽ ക്യാൻസറിന് കാരണമാകുന്ന പദാർത്ഥങ്ങളുള്ളതായി ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തുവരുന്നു. ഇതോടെ കർണാടകയിലെ ബേക്കറികൾക്ക് സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. ഇക്കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് കോട്ടൺ ക്യാൻഡിലും ഗോബി മഞ്ചൂരിയനിലും റോഡ്മിൻ ബി ഉൾപ്പെടെയുള്ളവയിൽ കൃത്രിമ ഭക്ഷ്യനിറങ്ങൾ ഉപയോഗിക്കുന്നത് കർണാടക സർക്കാർ കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഇതൊക്കെ നിരോധിച്ചുകൊണ്ട് ഒരു ഉത്തരവും വന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ റെഡ് വെൽവെറ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കുകളിൽ ക്യാൻസറിന് കാരണമാകുന്ന ചേരുവകളുണ്ടെന്ന ഒരു പുതിയ കണ്ടെത്തലുകൾ കൂടി പുറത്തുവരുന്നത്. ബാംഗ്ലൂരിലെ ബേക്കറികളിൽ നിന്ന് ശേഖരിച്ച 12 കേക്ക് സാമ്പിളുകളിലാണ് ക്യാൻസറിന് കാരണമാകുന്ന ചേരുവകൾ കണ്ടെത്തിയത്. കർണാടക ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ഇത്തരമൊരു കണ്ടെത്തൽ. പരിശോധിച്ച 235 കേക്ക് സാമ്പിളുകളിൽ 223 എണ്ണം സുരക്ഷിതമാണെന്ന് കണ്ടെത്തി. എന്നാൽ ഇതിൽ 12 എണ്ണത്തിൽ അപകടകരമായ കൃത്രിമ നിറങ്ങൾ ചേർത്തിരിക്കുന്നു. ബ്ലാക്ക് ഫോറസ്റ്റ് തുടങ്ങി വിപണിയിൽ ഏറെ പ്രിയങ്കരമായ കേക്ക് ഇനങ്ങളിലാണ് ഇത്തരം കൃത്രിമ നിറങ്ങൾ കൂടുതലായി അടങ്ങിയിരിക്കുന്നതെന്നാണ് കണ്ടെത്തിയത്. ഇതുകൂടാതെ അലൂറ റെഡ്, സൺസെറ്റ് യെല്ലോ, FCF ഫോൺസോ 4, ട്രാൻസൈൻ, കോർമോസീൻ എന്നീ തുടങ്ങി കൃത്രിമ നിറങ്ങൾ കേക്കുകളിൽ ഉപയോഗിക്കരുതെന്നാണ് കർണാടക ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും സർക്കാർ ഇപ്പോൾ ബേക്കറികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതേസമയം ക്യാൻസറിന് കാരണമാകുന്ന 14 തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അതിലൊന്നാമതായി പറയുന്നത് സംസ്കരിച്ച മാംസാഹാരമാണ്. അതായത് മാംസാഹാരം അത് എന്ത് തന്നെയായാലും വാങ്ങിച്ച ഉടൻ പാകം ചെയ്ത് കഴിക്കുന്നതിൽ വലിയ അപാകതയില്ല. എന്നാൽ മാംസം സംസ്കരിച്ച് പാക്കറ്റിലാക്കി മറ്റും ഭക്ഷണത്തിനൊപ്പം ബർഗർ, പിസ്സ, സാൻഡ്വിച്ച് എന്നിവയിൽ കൂടി കഴിക്കുന്നത് ക്യാൻസറിന് കാരണമാകും. അതുകൊണ്ട് തന്നെ ശീതീകരിച്ച് സൂക്ഷിക്കുന്ന പാക്കറ്റുകളിലുള്ള സംസ്കരിച്ച മാംസവും ഇറച്ചിയുള്ള പപ്സ്, ബർഗർ, സാൻഡ്വിച്ച് എന്നിവ ഒഴിവാക്കുന്നത് നല്ലതെന്നാണ് പറയുന്നത്. മറ്റൊന്ന് ചുവന്ന മാംസമാണ്. ബീഫ്, മട്ടൻ എന്നിവയൊക്കെ ചുവന്ന മാംസങ്ങളാണ്. ഇത് ദിവസവും കഴിക്കുന്നവർക്ക് ക്യാൻസർ പിടിപെടാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അത് മറ്റുള്ളവരെ അപേക്ഷിച്ച് 17% അധികമായിരിക്കുമെന്നും ലോകാരോഗ്യ സംഘടന റിപ്പോർട്ടിൽ പറയുന്നു. ഇനി മൂന്നാമത്തേത് മദ്യമാണ്. ലോകാരോഗ്യ സംഘടനയുടെ അമേരിക്കയിലെ ആരോഗ്യരംഗത്തെ പ്രസിദ്ധീകരണങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം ദിവസവും മദ്യപിക്കുന്നവരിൽ ക്യാൻസർ സാധ്യത മറ്റുള്ളവരെ അപേക്ഷിച്ച് 3 ഇരട്ടിയാണ്. മദ്യപാനികളിൽ വായ്, തൊണ്ട, കരൾ എന്നിവയാണ് ക്യാൻസറിന് പൊതുവെ കണ്ടുവരുന്നത്. ഇനി അടുത്തൊന്ന് കനലിൽ ചുട്ടെടുക്കുന്ന മാംസാഹാരമാണ്. ഇപ്പോൾ മാംസാഹാരം കനലിൽ ചുട്ടെടുക്കുന്നത് വളരെ വ്യാപകമാണ്. രാത്രി വൈകുവോളം ഇത്തരം കടകൾ നമ്മുടെ നാട്ടിലൊക്കെ സജീവമാണ്. എന്നാൽ ഇത്തരത്തിൽ കനലിൽ ചുട്ടെടുക്കുന്ന മാംസാഹാരം അമിതമായി കഴിക്കുന്നത് ക്യാൻസറിന് കാരണമാകും. ചായയും കോഫിയും ഒക്കെ കുടിക്കുന്നത് അപകടകരമാണ് എന്ന് തന്നെ മുന്നറിയിപ്പ് പറയുകയാണ്. ഇത് അന്നനാളത്തിൽ ക്യാൻസർ ഉണ്ടാക്കുമെന്നാണ് വിവരങ്ങൾ. മാത്രമല്ല കോളകളും ഇത്തരത്തിൽ അമിതമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ക്യാൻസറിന് കാരണമാകുന്ന ഒരു പാനീയമാണ്. അതിനാൽ തന്നെ ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കുക. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.